ഹലോ ഗൈസ്, ഞാൻ എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മളിന്ന് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, അതിന് മുമ്പ് എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ 3rd എപ്പിസോഡിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ പോകണേന്ന് ചോദിച്ചാൽ, എന്ത് ചെയ്യാൻ പോകണേന്ന് ചോദിച്ചാൽ, ആബ്സല്യൂട്ട്ലി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി ചെയ്യാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒരു എൻചാൻറ്റ് റൂമും സ്റ്റോറേജും. സോ നമ്മളിന്ന് ബാൽക്കണിലോട്ടാണ് പോയത്. നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകണേന്ന് വെച്ചാൽ, ഇവിടെ താഴെ ഈ ഭാഗത്തായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സ്റ്റോറേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ വീഡിയോൻ്റെ ക്ലാരിറ്റി നിങ്ങൾ ശ്രദ്ധിക്കരുത്, അത് ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ സ്ക്രീനിൻ്റെ ഇത് മാറിപ്പോയതാണ്. ഞാൻ പോർട്രേറ്റിലാണ് റെക്കോർഡ് ചെയ്തത്. സോ നമുക്കിനി ബെഡും കൂടി ഒന്ന് പൊട്ടിച്ച് ഇൻവെൻട്രി ഫുള്ളാവാറ്. ഓക്കെ, ബെഡ് കൈ വെച്ചിട്ട് ഇവിടെ താഴെ ഇവിടെ വെച്ച് ഓക്കെ അല്ലേ? ഓക്കെ, റീസ്പോൺ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് നമ്മളിനി ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ജസ്റ്റ് അവിടെ ഒരു 11 വെള്ളം എങ്ങനെയുണ്ട്, ഷെയ്ഡറൊക്കെ ഇട്ട് പൊളിയല്ലേ? ഷെയ്ഡറിൻ്റെ എപ്പിസോഡ് ഞാൻ വൈകാതെ ഇടും. ഞാനിപ്പോൾ ഇട്ടാണ് ഷെയ്ഡർ ഏതാണെന്ന് വെച്ചാൽ നെബെക്സ് ഡ്രാഗനാണ്. സോ എന്തായാലും ഞാനൊരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളെന്തായാലും ഇവിടെ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 35 42 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മതിയാവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതും മതിയില്ലെങ്കിൽ നമ്മൾ ഇനിയും ക്രാഫ്റ്റ് ചെയ്യും. വുഡ് എൻ്റെ കയ്യിലുണ്ട്, വുഡിന് ഒരു കുറവുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീടുണ്ടാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കുറേ വുഡ് ബാക്കി വന്നതാണ്, അതൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇവിടെ 3 വേണ്ടി ഇത് വേണം. ഇത് പൊട്ടിച്ച് കളഞ്ഞാലോ? അതാകുമ്പോൾ ഈ അറ്റത്തോ ഒരെണ്ണം വിട്ടാൽ കൃത്യം സിമെട്രി കിട്ടും. അങ്ങനെ ചെയ്യാമല്ലേ? ഓക്കെ, ഇനി നേരെ ഇവിടെ വരെ ഇതെടുക്കുക. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 11 നിരച്ച് വയ്ക്കാം. എന്തായാലും വുഡ് പിന്നെ എന്തിനാണ് പിശുക്കണേ? ഓക്കെ, സോ ഇവിടെ 2 ഇവിടെ 2. ഓക്കെ, ഇനി ഇവിടെ ഒരെണ്ണം. പിന്നെ ഓക്കെ, അതിനുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഇങ്ങനത്തെ വീഡിയോസ് എന്നും കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ വീഡിയോസ് വരുന്നതായിരിക്കും, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതുവരെ ഓക്കെ, ഇനി ഇങ്ങനെ ഓരോന്ന് വെച്ച് നമുക്ക് പോവാം. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ 2 ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡിസ്കോഡ് സെർവറിൻ്റെ ഒന്ന് ഞാനും ഫ്രണ്ടും കൂടി ഒരുമിച്ച് നടത്തണം. അവനാണ് ഓണർ, ഫ്രണ്ടാണ് ഓണർ, ഞാൻ ഉണ്ടാക്കണു, അത്രേ ഉള്ളൂ. കുറച്ചും കൂടി ചെസ്റ്റ് വേണം, അതും കൂടി ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, സോ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നടത്തുന്ന ഒരു സെർവർ ഉണ്ട്. അവനാണ് ഓണർ, അവൻ്റെയാണ് ശരിക്കും ആ സെർവർ. ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്മിനാണെന്നുള്ളൂ. സോ അതിലും കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ ഹാപ്പി ആയിരിക്കും. ഈ 2ലും എൻ്റെ സെർവറിൽ ചെറുതായിട്ട് സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്, പക്ഷെ അവൻ്റെ സെർവറിൽ അങ്ങനെയൊന്നുമില്ല. അവൻ്റെ സെർവർ ഒൺലി ഫോർ ചില്ലിങ്ങിനാണ്. ഒൺലി റൂൾ എന്ന് പറഞ്ഞാൽ റേസിസം പാടില്ല എന്നങ്ങാണ്ടാണ്. പിന്നെ അതിൽ കളിക്കാൻ കുറേ ഗെയിംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തെറ്റിപ്പോയി എന്നങ്ങനെ. ഓക്കെ, അത് ശരിയാക്കി. ഇവിടെ ഓക്കെ 2 വെച്ചു, ഇവിടെയും വെച്ചു. ഓക്കെ, അതും കഴിഞ്ഞു. സോ ഈ 2 സെർവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാവരും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ സന്തോഷമായിരിക്കും എനിക്കും അവനും. പിന്നെ അവൻ എനിക്ക് കുറച്ച് ടെക്സ്ചർ പാക്കൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൽ. അവന് മൈൻക്രാഫ്റ്റിൻ്റെ ടെക്സ്ചർ പാക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം. സോ പിന്നെ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ സബ് ചെയ്യണേ. ഓക്കെ, സോ പിന്നെയും തെറ്റിച്ച്. ഓക്കെ, സോ അത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ജസ്റ്റ് ജോയിൻ ആൻഡ് ഫൺ എൻജോയ്. പിന്നെ ഇവിടെ കയറി. ഓക്കെ, എവിടെയും കൂടി വെച്ചാൽ നമ്മുടെ കഴിയാറുള്ളതാണ്. ഓക്കെ, എൻ്റെ ഞാൻ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പം ഞാൻ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എൻ്റെ സെർവർ. അവൻ്റെ സെർവറിൻ്റെ പേര് എന്തോ ഒരു പാരഡൈസാണ്, ഞാൻ മറന്നുപോയി. ഓക്കെ, അത്രന്നെ നമ്മളെല്ലാവരും വെച്ചിട്ടുണ്ട്. സോ ഞാനിനി ഇവിടെ ഐറ്റം ഫ്രെയിം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐറ്റം ഫ്രെയിം നമ്മൾ താഴെ കൊണ്ടിനി വെക്കണം. ഓക്കെ, സോ അതിനും വലിയ പണിയൊന്നുമില്ലല്ലോ, ജസ്റ്റ് കൊണ്ടുപോവാ വെക്കുക, അത്ര തന്നെ. സോ
വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്. റെക്കോർഡ് ചെയ്തത് 50 മിനിറ്റാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ടാവും എനിക്കറിയില്ല. ദെൻ ഓക്കെ, ഇവിടെ 1 2 3 4 5 6 ഓക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. 11 വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലോട്ട് ഈ വെള്ളത്തിനാരം ഇതെന്ത് മഴ? ഇങ്ങനെ മഴ? ഞാൻ നോക്കണ സ്ഥലത്ത് മാത്രം മഴ, എൻ്റെ നേരെ മഴ പെയ്യുള്ള പക്ഷെ താഴെ മഴ. ഇതെന്ത് മഴ? വൈറസ് മഴ. എനിക്ക് വട്ട് ചെയ്യുന്നതാണ്, മൈൻക്രാഫ്റ്റിന് വട്ട് ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ മൈൻക്രാഫ്റ്റിൻ്റെ ബഗ്, അല്ലെങ്കിൽ ഷെയ്ഡർ ലോഡറിൻ്റെ ബഗ്, അല്ലെങ്കിൽ ഷെയ്ഡറിൻ്റെ ബഗ്. ഈ 3 ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ബഗ് ആയിരിക്കണം. എനിക്ക് ഉറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ഉറങ്ങി എണീച്ചിട്ട് ഇപ്പം മഴ മാറേണ്ടതായാലും. ഓക്കെ, മഴ മാറി. മഴ മാറിയപ്പോൾ ക്ലൗഡിൻ്റെ ഒരു ട്രാൻസിഷൻ കണ്ടു. ആ ക്ലൗഡൊക്കെ ഗ്ലിച്ചടിച്ചിരിക്കുകയാണ്. അത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അത് ഷെയ്ഡറിൻ്റെയോ ഷെയ്ഡറിലോഡിൻ്റെ പറഞ്ഞ പോലത്തെ പ്രശ്നമാണ്. സോ നമ്മളെന്തായാലും ഇവിടെ എല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് ഇപ്പോൾ കാട്ടിത്തരാം. ആദ്യത്തെ നമ്മുടെ നേച്ചർ ഐറ്റംസ് വെക്കണ, ജസ്റ്റ് 2ാമത്തെ മോബ് ലൂട്ട് വെക്കണം, ജസ്റ്റ് 3ാമത്തെ ലൈറ്റിങ്, ജസ്റ്റ് 4ാമത്തെ വുഡ്, പിന്നെ മൈനിങ്, പിന്നെ ടൂൾസ്, പിന്നെ ഇവിടെ പിന്നെ ഫുഡിൻ്റെ, പിന്നെ റെഡ് സ്റ്റോൺ റിലേറ്റഡ്, പിന്നെ പോർഷൻസ് അവിടെ ഒന്നും ഇല്ല. അവിടെ ഞാൻ ചെയ്തിട്ടുള്ള. പിന്നെ ഇവിടെ ആർമറാണ് ഇരിക്കേണ്ടത്. ആർമർ ഞാൻ വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ നമ്മുടെ ബക്കറ്റാണ് ഞാൻ വെച്ചത്. ബക്കറ്റുള്ള വാല്യുബിൾ പെട്ടിയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ വാല്യുബിൾ ആയിട്ട് ബക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇത് പറയാനാണ്. ഓക്കെ, സോ പിന്നെ ഓക്കെ, നമുക്ക് ഷവൽ വേണം. എനിക്ക് ശരി സാൻഡ് വേണം. പുറകിൽ അവിടെ ഗ്ലാസ് വയ്ക്കാനുണ്ട്. സോ ഞാൻ ഗ്ലാസ് ഒന്ന് എടുത്ത്, പിന്നെ കുറച്ച് പണികളുണ്ട്. ലൈക്ക് ഇവിടുത്തെ കുഴി അടയ്ക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതൊന്നും ചിലപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാട്ടുള്ളൂ. ഓക്കെ, സോ ഞാനിവിടെ ഗ്ലാസും സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് ഇൻവെൻട്രി സോർട്ട് ചെയ്തിട്ട് ഈ ഗ്ലാസ് കൂടി പുറകെ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കോള് തീർന്നു. ഇവിടെ വന്നിട്ട് ഇതും കൂടി അവിടെ വെച്ച് ചേർക്കുക. ഞാനൊരു പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചതാണ്. അല്ലെങ്കിൽ ക്രീപ്പറെങ്ങാനും പുറകെ വന്ന എന്നെ കണ്ടാൽ പൊട്ടിയാലൊന്ന് പിടിച്ചിട്ട് മാത്രമാണ്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പണിൽ വെക്കണത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ വെക്കണം. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും എത്രയുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മര്യാദയ്ക്ക് സബ്സ്ക്രൈബിലേക്ക് താറ്റം പോയി.